എൻ്റെ മക്കളെ, അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴേ ഈ മക്കളില്ലാത്തവരില്ലേ, അവരടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. ഇനി അവരിവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മ മകൾക്ക് വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവല്ലേ ഇതെല്ലാം കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. അവന് നെഞ്ചുവേദനയുള്ളവരും സ്ട്രോക്ക് വന്നവരും ശിരസിൽ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നെഞ്ചുവേദന വന്നവർ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവന് ഡിസ്ചാർജൊക്കെ ഉള്ളവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. വെള്ളപ്പോക്ക്, വൈറ്റ് ഡിസ്ചാർജൊക്കെ ഉള്ളവരില്ലേ, നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ടോൺസിൽ രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖങ്ങളുള്ളവർ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. എവിടെയാണ് രോഗം അവിടെ എവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, 39 വർഷം നിന്റെ ബലിയർപ്പിക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുകൊണ്ട് നിന്റെ ഔദാര്യ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ലോകത്തോട് സംസാരിക്കാൻ നീ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരു തലവേദന ഉള്ളവർ പോലും സുഖപ്പെടാതെ ഇവിടുന്ന് പോകരുത്. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശിരസ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ അവിടെയെല്ലാം കൈകൾ വെക്കാൻ അടിപ്പിടർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ രക്തസാക്ഷികളെ, വേദസാക്ഷികളെ, വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അടിപ്പിടർ പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്ന സമയമാണ്. എല്ലാ മലക്കുമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അടിപ്പിട പോലെ ദൈവിക ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടിലോസിസ് രോഗമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിന് വേദന, മുട്ടൊടിഞ്ഞവരെ, തുടയിലൊടിഞ്ഞവരെ, വെരിക്കോസിൻ്റെ രോഗമുള്ളവർ, ശരീരം അഴുകുന്നവർ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാവിധ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകപ്പെടട്ടെ. നടുവേദനക്കാര്, കിഡ്നി രോഗികൾ, കരരോഗികൾ, ഹൃദയ രോഗികൾ, പല്ലുവേദന ഉള്ളവർ, തൊണ്ട രോഗമുള്ളവർ, ശ്വാസകോശ രോഗികൾ, പ്രഷർ കുറഞ്ഞവർ, പ്രഷർ കൂടിയവർ, ഷുഗർ രോഗികൾ, യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, മാരക രോഗങ്ങള്, തിരവേദികള്, ദുരിതങ്ങള്, വാതരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവേദനെ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീട് ഇല്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, ഒരു സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് ജോലിയില്ലാതെ നിന്ന് വേറെ സ്ഥാപനത്തിന് വേണ്ടി ജോലിക്ക് ശ്രമിക്കുന്നവരെ,
വിസ കാലാവധി കഴിഞ്ഞവർ, അത് പുതുക്കി കിട്ടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, അവരുടെ കൂടെ കൃപാസനവും അച്ഛനും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തിട്ട് അവർ ആരെങ്കിലും ഈ ലോകത്തെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇപ്പോൾ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ മുട്ടി നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്ഥലം വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, തൊഴിലുരുപ്പടികൾ വിറ്റുമാറാനോ അതിനെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ കാർഷിക മേഖലകളെ കടങ്ങളും വിഷമത്തിൽ അനുഭവിക്കുന്നവരെ, കാർഷിക വരുമാനങ്ങളിലെ തകർച്ച സംഭവിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളികളെ, ആ തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെ, ആ മേഖല അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. ഒരു പ്രൊമോഷന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു, ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു. ട്രാൻസ്ഫർ കിട്ടാത്ത കാരണം ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഒന്നും തികയാതിരിക്കുകയും കുടുംബജീവിതം പോലും ഇല്ലാതിരിക്കുകയും ചെയ്ത് വിഷമിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ കൂടെ വിദേശത്ത് താമസിക്കുന്നു, പക്ഷേ കുഞ്ഞുങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റണില്ല. വർഷങ്ങളായിട്ട് കുടുംബം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുടെ കണ്ണുനീരെ ഇപ്പോൾ പ്രാർത്ഥനയാക്കി കൃപാസനത്തിലെ മാതാവിൻ്റെ ദിവസത്തിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും 43 ദിവസം അച്ഛൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ ദിവസത്തിനുള്ളിൽ കർത്താവ് നിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാകുകയും കർത്താവ് നിൻ്റെ ഫയൽ ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. ശ്രുതികട്ടെ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ നിന്റെ ജീവിത ദുരിതങ്ങളെ, ജീവിത തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ, വരേണമേ സൗഖ്യം നൽകണമേ. ദൈവത്തിലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് IELTS, OET, PSC, അതുപോലെ തന്നെ ഓരോരോ പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കഴിഞ്ഞവർ, ഇൻകം ടാക്സിൻ്റെ പരീക്ഷകൾ, ബാങ്ക് ടെസ്റ്റുകൾ എഴുതിക്കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസമോ അതിന് യോഗ്യത ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇതെല്ലാം ഉടമ്പടിയുടെ വിഷയങ്ങളാണ്. അതെല്ലാമേലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകും. അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ് കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വിഷയത്തെ നിന്നെ വേദനിപ്പിക്കും മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ഓട്ടിസവും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്, മാതാപിതാക്കന്മാർ നരകതുല്യമായ വേദന അനുഭവിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കണ കുഞ്ഞുങ്ങളെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ഒറ്റയും പാട്ടത്തിലും താമസിക്കുന്നവർ, വാടകക്കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നവർ, അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ, അതേസമയം തന്നെ ഇറങ്ങി തരാതെ ഇരിക്കുന്നത് കാരണം അവരെ മറ്റൊരു വിഷമിക്കുന്നവർ, ഇതിനെല്ലാം സൊല്യൂഷൻ വേണം. രണ്ട് കക്ഷികളുമുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ജീവിക്കണം. അതെല്ലാം ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന വിഷയങ്ങളാണ്. പല പല രോഗങ്ങളും മാറി മാറി വരികയും മാറാതെ നിൽക്കുന്ന രോഗങ്ങളുണ്ട്. വെള്ളപ്പണ്ട് രോഗങ്ങൾ,
സോറിയാസിസ് രോഗങ്ങൾ, അവിടെ എല്ലാം വിശുദ്ധമായ രക്തം കർത്താവ് തളിക്കപ്പെടുന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധവും പരിഭാവനവുമായ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് മൂന്നാമത്തെ സാക്ഷ്യം പറയാൻ എനിക്കിട തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ. ഫിലിപ്പിയർ 4:19 പറയുന്നുണ്ട്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്ന്. ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് 2022 മെയ് 1-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ജൂൺ 3-ാം തീയതി 2023 ജൂൺ 3-ാം തീയതിയും 2024 ഓഗസ്റ്റ് 10-ാം തീയതിയും ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും വിവാഹത്തിലും ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നു. അതിനെല്ലാം ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ്. മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. അതിനാദ്യം ഞാൻ പറയുന്നത്, ആവേ മരിയ എന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചു. 10-10 ഉടമ്പടി പുതുക്കിയതിന് ശേഷം അന്നത്തെ ജപമാല റാലിക്ക് മുമ്പായിട്ട് ഇങ്ങനെ മാതാവ്, ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായ ഒരു ചേച്ചി ഒരു ദിവസം വിളിച്ചിട്ട് വെച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചി എന്നോട് പറയുകയാണ്, നീ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എന്തിയാ ആരെ ആഡ് ചെയ്യാത്തത്, എന്നെ മാത്രമല്ലോ ആഡ് ചെയ്തിട്ടുള്ളൂന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങണമെങ്കിൽ അതിനകത്ത് വാട്സപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്തിട്ടില്ല എന്നുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു, നീ ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിനകത്ത് എന്നെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ ആ ഗ്രൂപ്പിന് ആവേ മരിയ എന്ന് പേര് കൊടുത്തു എന്ന്. അങ്ങനെ തന്നെ ആ ഗ്രൂപ്പിന് 10-10-2023 ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഞങ്ങളുടെ ഏഴക്കർനാട് മണിയുടെ ഏഴക്കർനാടിലെ മണിയുടെ എന്ന സ്ഥലത്ത് തുടങ്ങിയിരിക്കുന്ന ആ ഗ്രൂപ്പിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2 പ്രാവശ്യം ജപമാല റാലിക്ക് ആളുകളെ കൊണ്ടുവന്നു. അതുപോലെ ഒത്തിരി പേര് അതിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അന്ന് ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികൾ അതിലുണ്ട്. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എന്നും മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ വീട്ടിലുണ്ട്. ഞാൻ എന്നും ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ, മാതാവേ ഈ ദിവസം എന്താവണം, ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാവ് ഞങ്ങളെ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തോന്നി, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എന്നാൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക് വെച്ചാൽ ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങളുടെ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം വനിതാ വാർഡായിരുന്നു, ഒരിക്കലും ആ വാർഡ് ഈ പ്രാവശ്യം വനിതാ വാർഡ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ല. എന്തെങ്കിലും മാതാവിന് എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് തരണേന്ന് മാത്രം പ്രാർത്ഥിച്ചു. പക്ഷേ വാർഡ് സംവരണ ഞെരുക്കെടുപ്പിൽ ഞങ്ങളുടെ വാർഡ് വനിതാ വാർഡ് ആവുകയും ആ ഇലക്ഷൻ എനിക്ക് മത്സരിക്കാൻ സാധിച്ചു. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വാശിയേറിയ മത്സരങ്ങളായിരുന്നു. ഇത് അച്ഛൻ പറയും, ട്രോളുകളാണ് കൃപാസനത്തെ വളർത്തിയെന്ന്. എങ്ങനെ പക്ഷേ ഞാനും ആ ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി പിന്മാറേണ്ടി വരുന്നൊരു സമയത്ത് പോലും അപ്പോൾ അവിടെ ഒരു ട്രോൾ ഇറങ്ങി, നാട്ടുവാർത്ത എന്നൊരു ഇതിനകത്തൊരു ട്രോൾ ഇറങ്ങി, കൃപാസന മാതാവ് പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ടി എനിക്ക് അവസരം തന്നു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിന്മാറാൻ ചിന്തിച്ചപ്പോഴൊക്കെ മാതാവ് എന്നോട് പറയുകയാണ്, നീ പിന്മാറിയാൽ ഞാൻ തോറ്റുപോകും, നീ ശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്ന്. മാതാവ് തന്നെ എനിക്ക് ലഭിച്ച വോട്ട് വരെ മാതാവ് തന്നെ എന്നെ സ്വപ്നത്തിൽ കാട്ടി തന്നിരുന്നു. അങ്ങനെ ഒരു വീട് കയറാൻ പോകുമ്പോഴൊക്കെയാണേലും എനിക്ക് തോന്നും, ഞാൻ തന്നെ പോകുമ്പോഴൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടെങ്കിൽ ഞാൻ പറയും, എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന്. തന്നെ നടക്കുന്ന എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് മാതാവ് എൻ്റെ കൂടെ ഓരോ വീടുകളിലും വരും എന്നുള്ള വിശ്വാസം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുത്തത്. നാടുകൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഉത്തമ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. അതുപോലെ എൻ്റെ കൂടെ എനിക്ക് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെമ്പറായിരുന്നു അയനയ്ക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ ഞങ്ങൾ 2 പഞ്ചായത്ത് മെമ്പർമാർ ആ മണിയുടെ പഞ്ചായത്തിൽ കിട്ടി. അങ്ങനെ ഇരുന്ന സമയത്താണ് അടുത്തത് പഞ്ചായത്ത് പ്രസിഡൻറ്റ്
ലേക്കുള്ളൊരു ഞാൻ ഒരിക്കലും ആ സ്ഥാനമൊന്നും മോഹിച്ച് വന്ന വ്യക്തിയല്ല. ഞാൻ മാതാവിനോട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ലഭിക്കണേന്ന്. പക്ഷേ മാതാവിനോട് ഞാനൊരു പൂവിൻ്റെ ഇതൾ ചോദിച്ചപ്പോൾ മാതാവ് എനിക്ക് തന്നത് ഒരു പൂന്തോട്ടം നിറയെയാണ്. ഇനി ആ പൂന്തോട്ടം നിറച്ച് കാത്തു സംരക്ഷിക്കാനും ഞാൻ മാതാവിനോട് തന്നെ ചോദിക്കുന്നു, എനിക്ക് അതിനുള്ള ശക്തിയും സഹായവും മാതാവ് തന്നെ തരണമേ എന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മണിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റു. ഞായറാഴ്ച തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് പനിയായിരുന്നുകൊണ്ടാണ് വരാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ അതാണ് ഒരു സാക്ഷ്യം. പിന്നെ ഈ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം ഞങ്ങളോട് ഒത്തിരി പേര് പറയുന്നുണ്ട്, അമ്മ മാതാവ് ഓരോ വീടുകളിലും ചെന്ന ഒരു പ്രതീതി. ഞങ്ങൾ ഓരോ എല്ലാ മാസവും ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ പേരിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വീടുകളും ഞങ്ങൾ ഗ്രൂപ്പിൽ കൂട്ടായിട്ട് തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഞങ്ങൾ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു കൂട്ടായിട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അതിന് ഫലമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് വിളിച്ചു പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വന്ന് പോയതിന് ശേഷം ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടിയത്. ഇതൊക്കെ അമ്മ മാതാവിനെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഓരോ വീട്ടിലും ചെന്നിട്ട് പോരുമ്പോൾ പറയും, മാതാവിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്, മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ എല്ലാ ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ മാതാവ് നോക്കിക്കോളും. അങ്ങനെ ഒരു ഉറച്ച ബോധ്യവും വിശ്വാസത്തോടെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ ഗ്രൂപ്പിന്. അങ്ങനെയാണ് ആ ഗ്രൂപ്പ് മുന്നോട്ട് വന്നത്. പിന്നെ ഈ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തൃശ്ശൂർക്ക് പോയി. പോകുന്ന സമയത്ത് തൃശ്ശൂർ മെയിൻ റോഡ്, നിങ്ങൾക്കറിയാം തൃശ്ശൂർ മെയിൻ റോഡിൻ്റെ അവസ്ഥ. മെയിൻ റോഡിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് സൈഡ് റോഡിൽ നിന്ന് ഒരു കാറ് വന്നിടിച്ച്, ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ വണ്ടിയുടെ മുകളിൽ കൂടെ ഞാൻ തെറിച്ച് റോട്ടി വീണെന്ന്. പക്ഷേ ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് എനിക്ക് ബോധമുണ്ടായി. പിന്നെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഞാനൊരു സൈഡിൽ ഇരിക്കുക. അപ്പം ഞാൻ അപ്പം തന്നെ എൻ്റെ ബാഗിൽ നിന്ന് കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ചേട്ടനോട് ഞാൻ നോക്കുമ്പോൾ ചേട്ടനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പോക്കറ്റിൽ നിന്ന് ചേട്ടനും കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. ചേട്ടൻ ഇവിടെ നിന്ന് മേടിക്കുന്ന ഒരു കാശ് രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് ശേഷം ഞാൻ വണ്ടി ഇടിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് നീ എൻ്റെ വണ്ടിയുടെ മുകളിലൂടെ തെറിച്ച് റോട്ടിൽ പോകുന്നതും അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് രൂപം തെറിച്ച് നിൻ്റെ അടുത്ത് വീഴുന്നതുമായിരുന്നെന്ന്. പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ എല്ലാ ഉടമ്പടിയിലും ഏറ്റവും ആദ്യത്തെ നിയോഗമായിട്ട് വെക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ക്രമ ലഭിക്കണമെന്നും പിന്നെ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാവരെയും മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്നുമായിരുന്നു. ആ മാതാവിൻ്റെ നീലി അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തമ ബോധ്യം മാതാവ് എന്നെ കാട്ടിത്തന്നതായിരുന്നു ആക്സിഡൻറ്റ്. ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അത് ഞങ്ങൾക്ക് അന്ന് ചിലവായ പൈസയും വണ്ടി നന്നാക്കിയതും എല്ലാം അവർ തന്നെ ചെയ്തു തന്നു. ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു ബാധ്യതയും ഉണ്ടായില്ല. ഇതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ കൃപയും സംരക്ഷണവുമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അന്നത്തെ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയും. നമുക്കുടെ മനസ്സിൽ തോന്നുന്ന വിഷയമായിരിക്കും അച്ഛൻ അന്നത്തെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ വരുന്നത്. പല ഘട്ടങ്ങളും നമ്മുടെ മനസ്സിന് നമുക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റാതാവുന്ന അവസ്ഥയിൽ അന്നത്തെ രാവിലെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുന്ന ആ വിഷയമായിരിക്കും. അപ്പം നമുക്കതിന് ഉത്തരം കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവും ഈശോയും ഒരു വലിയ കൃപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ യാക്കോബിറ്റ്സ് ഇതിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ഏഴക്കനാട് മലങ്കര ജ്ഞാനായ കത്തോലിക്ക പള്ളിയുണ്ട്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറേ ആളുകൾ അതിനകത്തുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോരെ, എല്ലാ ദിവസവും 6:30 കുർബാനയുണ്ടെന്ന്. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് അവിടെ കുർബാനയ്ക്ക് പോകാനും അതെനിക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടിയത് 12ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഈശോയെ പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളെന്നും ഈശോയെ സ്വീകരിക്കണം, നമ്മളെന്നും ഈശോയുടെ കൂടെ നടക്കണം. ആ ഒരു ബോധ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എന്നും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി ആത്മീയമായി എൻ്റെ വീട്ടിലാണേലും നേരത്തെ ഞങ്ങൾ വലിയ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്ന കുടുംബത്തിലെ ഇപ്പോൾ 22 മെയ് 1 ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ രാവിലെ 5:30 തൊട്ട് 6:30 വരെ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയും ചെല്ലും. വൈകിട്ടാണേലും ചേട്ടനാലും വേദോത്സവം വായിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കൾ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവരൊക്കെ മാതാവിൻ്റെ ഉടമ്പടിയിലും വചനത്തിലും വിശ്വസിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഈ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അതുപോലെ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിനും ഗ്രൂപ്പിൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ളൂ.
പക്ഷേ ഇന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. മണിയുടെ ഗ്രാമപഞ്ചായത്ത് എന്ന എല്ലാ ജനങ്ങളെയും ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നാളുകളിൽ ഞാനും ഒരു പഞ്ചായത്ത് മെമ്പറാണ് നിൽക്കുന്ന. അപ്പം കുട്ടിക്കും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ, നാടിന് സമൂഹത്തിനും ഒരു മാറ്റമുണ്ടാവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അയന. കർത്താവിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ ഇരിക്കുകയും അവിടുന്ന് നിങ്ങളെ തക്ക സമയത്തും ഉയർത്തും എന്നൊരു വചനം എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്ന ഒരു വചനമാണ്. ഞാനൊരു പ്രൈവറ്റ് ബാങ്ക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ഞാൻ ഒരു ഉടമ്പടി എടുത്തത് മാർച്ച് 23, 2025 അതിനോടനുബന്ധിച്ച് ഇതുവരെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സഞ്ചാരി മാതാവ് ശരിക്കും കൂടെ നടന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്സ് എന്താണെന്നോ ഈ ഒരു ഫീൽഡിൽ യാതൊരു പരിചയമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഇതെനിക്ക് മാതാവ് നൽകിയ ഒരു നിയോഗമായിട്ടാണ് ജനപ്രതിനിധിയായിട്ട് എന്നെ ഉയർത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോമിനേഷൻ സൈൻ ചെയ്യുന്നതിന് പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചതിന് ശേഷമാണ് ഞാൻ തിരികെ പോയത്. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എനിക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ല, ഇതിൽ നിന്ന് ഞാൻ പിന്മാറി ഫെയിലായി കഴിഞ്ഞാലും എനിക്കതൊരു യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല, നല്ലതിന് വേണ്ടി മാത്രമാണെങ്കിൽ അമ്മ എന്നെ നല്ലൊരു ഭൂരിപക്ഷം നൽകി എനിക്ക് വിജയം നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. ഞാൻ അതായത് ജോലി, വീട്, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പല ആളുകളെ വരെ ആ നാട്ടിൽ അറിയില്ല. എന്നിരുന്നാലും അതിനുള്ളൊരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അച്ഛൻ്റെ ഒരു ടോക്കിൽ ഞാൻ കേട്ടു, നമ്മൾ വിശേഷ വിദ്യയായി മാതാവിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കണം. ഞാനന്ന് മനസ്സറിഞ്ഞ് മാതാവിനോട് ഞാൻ ഇത്രമാത്രം ചോദിച്ചു, അമ്മ എനിക്ക് വിശേഷ വിധിയായിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണമെന്ന്. അത് ഞാനിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇതിൽ വിജയം കൈവരിച്ചതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നു, അമ്മ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് ജനസേവ ചെയ്യാനായിട്ട്. ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇതുപോലെ പത്രം വിതരണം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തതോടുകൂടി എനിക്ക് ഒത്തിരി രോഗികളെ കാണാം, ഒരുപാട് പേർക്ക് ആശ്വാസമേകാനായിട്ട്, അതായത് ദൈവത്തെ കൊടുക്കാം, മാതാവിന് നൽകാം, വചനം അറിയിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു വേദിയായിട്ട് ഞാനിതിനെ കാണുന്നു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ ഇന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടാവും, തൈലം ഉപയോഗിച്ച് ഞാൻ കുരിശു വരച്ച്, ഉപ്പ് എൻ്റെ കയ്യിൽ ഞാൻ കരുതുമായിരുന്നു. എനിക്ക് അനേകം ആളുകളെ കാണുന്നുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നും, ചില ആളുകളുടെ വീട്ടിൽ ചിലപ്പോൾ ഞാൻ ഉപ്പിട്ട് തന്നെ പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്ന അന്ന് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം, അതായത് 237 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി മാതാവ് എനിക്ക് വിജയം നൽകി. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ജയിക്കുമായിരിക്കും, ഒരുപക്ഷെ ഒരു 30-50 വോട്ടിന്. അത്ര ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. പക്ഷേ എല്ലാവരും എൻ്റെ കൂടെ നിന്നു. മാതാവ് എന്നെ കൂടെ നിർത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു IBPSൻ്റെ എക്സാമിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും എനിക്ക് ഈ ഒരു വിഷയം അച്ഛൻ്റെ മുന്നിൽ പറയാനായിട്ട് പറ്റി. അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു. ഇതെൻ്റെ നല്ലതിന് വേണ്ടിയാണ്, ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയുള്ളൊരു മാർഗമായിട്ട് മാതാവ് എനിക്ക് വേറൊരു വഴി കണ്ടെത്തി തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മാതാവിനോട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയുടെ സമയത്ത് നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ടായാലും മാതാവിൻ്റെ ഒത്തിരി രൂപങ്ങൾ മാതാവ് ഫോട്ടോയിൽ ഇങ്ങനെ തെളിഞ്ഞ് എനിക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ കൈ ഇങ്ങനെ എൻ്റെ നേർക്ക് കൈ നീട്ടി തരുകയാണ്. മാതാവിൻ്റെ എന്നോട് കൈ പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു കൈ എനിക്ക് മാതാവിൻ്റെ തിരിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു.
അങ്ങനെ ഒരുപാട് ചെറിയതും വലുതുമായ കാര്യങ്ങളിൽ ഒരുപാട് അനുഗ്രഹം മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകി. ഇനി എൻ്റെ നിയോഗങ്ങൾ എന്നതിലുപരി എനിക്കിപ്പോൾ ഒരു നിയോഗം, ഞാൻ വെച്ചിരിക്കുന്ന നിയോഗം നടന്നില്ല എന്നിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്തിനും ഏതിനും ദൈവം എൻ്റെ കൂടെ ഇനിയുള്ള മുന്നോട്ടുള്ളൊരു ജീവിതത്തിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകും. ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും എന്ന് ഈ വേളയിൽ ഞാൻ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികളായിട്ട് തന്നെ ഞാൻ ചെയ്യാറുണ്ട്. രോഗികളെ സഹായിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ ക്യാൻസർ പേഷ്യൻസിനെ പോയി അവരെ ചെന്ന് കാണുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വലിയ തുക നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ രോഗികളായുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനിയും കൂടുതൽ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.